യുഡിഎഫിന് തുടർഭരണം ലഭിച്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം ആദ്യ പകുതിയിൽ കോൺഗ്രസിന്. കോൺഗ്രസിൽ ആര് പ്രസിഡന്റാവുമെന്നതിന് അന്തിമ തീരുമാനം ആയിട്ടില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിനാണ്. 16 ഡിവിഷനുകളുള്ള പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ 12 ഡിവിഷനുകളിലും വിജയം കരസ്ഥമാക്കിയാണ് യുഡിഎഫിന് തുടർഭരണം ലഭിച്ചത്. 7 ഡിവിഷനുകളിൽ കോൺഗ്രസും 5 ഡിവിഷനുകളിൽ മുസ്ലിം ലീഗും വിജയം നേടി. 4 ഡിവിഷനുകളിലാണ് എൽഡിഎഫിന് വിജയിക്കാനായത്. ബ്ലോക്ക് ഭരണത്തിൽ ആദ്യ ടൈമിൽ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകാൻ മുന്നണിയിൽ ധാരണയായതായാണ് സൂചന. രണ്ടാം ടൈമിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കും. കൊപ്പം ഡിവിഷനിൽ നിന്നും വിജയിച്ച കോൺഗ്രസിൽ നിന്നുള്ള എ.പി. രാമദാസ് പ്രസിഡന്റാവുമെന്നാണ് സൂചന. കൊപ്പം പഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു എ.പി. രാമദാസ്. DCC എക്സിക്യൂട്ടീവ് അംഗവുമാണ്. അതേസമയം ആമയൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ജയശങ്കർ കൊട്ടാരത്തിന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റാണ് ജയശങ്കർ കൊട്ടാരത്തിൽ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിലെ വിളയൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച ഫരീദയുടെയും കൈപ്പുറം ഡിവിഷനിൽ നിന്നും വിജയിച്ച ഫൗസിയ സൈദാലിയുടെയും പേരുകളാണ് കേൾക്കുന്നത്. വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപക സംഘടനയായ KSTUവിന്റെ വനിതാ വിംഗ് ജില്ലാ ജനറൽ കൺവീനറുമാണ് ഫരീദ. കൊപ്പം പഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതിയിലെ അംഗമായിരുന്നു ഫൗസിയ സൈദാലി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ തീരുമാനിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ്. നവംബർ 30 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ.